പി.കെ. ശശി പാലക്കാട് ഉയർത്തിയ വിമതശല്യം സിപിഎമ്മിനെ ഒന്നാകെ വിഴുങ്ങുകയാണ്. സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റായ ഒറ്റപ്പാലം ഇപ്പോൾ ശശിയിലൂടെ യു.ഡി.എഫ് അവരുടെ അക്കൗണ്ടിൽ ചേർക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. നേരത്തെ ഒഞ്ചിയത്ത് സിപിഎമ്മിനെ വെട്ടിലാക്കി ആർ.എം.പി. രൂപീകരിച്ച് ടി.പി. ചന്ദ്രശേഖരന്റെ ലൈനിലൂടെയാണ് ശശി കടന്നുപോകുന്നത്. പാലക്കാട് തന്റെ ഒപ്പം നിൽക്കുന്ന വിമതരെ ചേർത്ത് ആർ.എം.പി. മാതൃകയിൽ പാർട്ടി രൂപീകരിക്കുവാനാണ് നിലവിൽ ശശി ലക്ഷ്യം വെക്കുന്നത്. സിപിഎമ്മിന് വടകരയിലും ഒഞ്ചിയത്തും ചരമക്കുറിപ്പ് എഴുതാൻ അന്ന് ടി.പിക്ക് സാധിച്ചു. അതിന് പക്ഷേ ടി.പിക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയാണ്. ഇവിടെ ശശി ആർ.എം.പി. മാതൃക ഏറ്റുവാങ്ങുമ്പോൾ ടി.പിയുടെ ഗതി ഉണ്ടാകുമോ എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. എന്നാൽ യു.ഡി.എഫും കോൺഗ്രസും മുസ്ലിം ലീഗും സംരക്ഷണം ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പി.കെ. ശശിയെ യു.ഡി.എഫിൽ എത്തിക്കാൻ നിലവിൽ മധ്യസ്ഥത വഹിക്കുന്നത് മുതിർന്ന ലീഗ് നേതാക്കളാണെന്നും 2 ദിവസം മുൻപ് നേതാക്കൾ ശശിയുമായി ചർച്ച നടത്തിയെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കെ.ടി.ഡി.സി. ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചത്. സിപിഎം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ശശിക്ക് അനുകൂല നിലപാടുണ്ടായില്ലെന്നും അതിന് പിന്നാലെയാണ് കെ.ടി.ഡി.സിയുടെ തലവൻ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞതും. മാർച്ച് 5-ന് പാലക്കാട് ജില്ലയിലെ സിപിഎം വിമതർ നടത്തുന്ന കൺവെൻഷനിലും പി.കെ. ശശി പങ്കെടുക്കും എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ശശിയുമായി അടുപ്പമുള്ളവരാണ് ഇതു സംബന്ധിച്ച് സൂചന നൽകുന്നത്. വിമത നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആർ.എം.പി. മാതൃകയിൽ പി.കെ. ശശിയുടെ പാർട്ടി യു.ഡി.എഫിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് പി.കെ. ശശി. യു.ഡി.എഫിലേക്കില്ലെന്നും ആരും ചർച്ച നടത്തിയിട്ടില്ലെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. താൻ ഇടതാശയം മുറുകെ പിടിക്കുന്ന ആളാണെന്നും പി.കെ. ശശി വ്യക്തമാക്കി. ഇതോടെയാണ് ആർ.എം.പി. മാതൃക എന്ന ആശയം ഇപ്പോൾ ശശി മുറുകെ പിടിക്കുന്നത്. വിമത കൂട്ടായ്മയെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ ശശി നാളെ എന്താകുമെന്ന് ആർക്ക് പറയാനാകുമെന്നും ചോദിക്കുന്നുണ്ട്. വ്യക്തിപരമായി പ്രയാസങ്ങളുണ്ട്. രാജി സ്വമനസാലയെന്നും ആരുടെയും നിർബന്ധത്തിലല്ല എന്നും ശശി ആവർത്തിക്കുന്നുണ്ട്. കെ.ടി.ഡി.സി. ചെയർമാൻ സ്ഥാനത്തു നിന്ന് പി.കെ. ശശിയുടെ രാജി അപ്രത്യക്ഷമായിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന രാജിക്കാര്യം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശശി പറഞ്ഞപ്പോഴും സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണങ്ങൾ കരുതലോടെയായിരുന്നു. ശശി കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിനപ്പുറമുള്ള പ്രതികരണങ്ങൾക്ക് കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് മുതിർന്നില്ല. ശശി ഇപ്പോഴും പാർട്ടി അംഗമാണെന്നും പാർട്ടി വിടാൻ സാധ്യതയില്ലെന്നുമായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബുവിന്റെ പ്രതികരണം. പി.കെ. ശശി സ്വയം പുറത്തു പോകുന്നെങ്കിൽ പോവട്ടെയെന്നും രക്തസാക്ഷി പരിവേഷം നൽകേണ്ടതില്ലെന്നുമുള്ള നിലപാടാണ് ജില്ലാ നേതൃത്വത്തിനെന്നാണ് സൂചന. വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉൾപ്പെടെയുള്ള യു.ഡി.എഫ് നേതാക്കളോട് വ്യക്തിബന്ധം മാത്രമാണെന്നും രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായില്ലെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും സാധാരണ പ്രവർത്തകരാരും അത് വിശ്വസിച്ചിട്ടില്ല. ഇതേ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകളും ട്രോളുകളും നിറയുന്നുണ്ട്. വിമത പാർട്ടി ഉണ്ടാക്കും, ഒറ്റപ്പാലത്ത് സ്വതന്ത്രനായി മത്സരിക്കും, രാജി ഒരു വിലപേശൽ തന്ത്രമാകാനാണ് സാധ്യത തുടങ്ങിയ അഭിപ്രായങ്ങളും അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖലാ ജാഥയിലേക്ക് പി.കെ. ശശിയെ ജില്ലാ നേതൃത്വം ക്ഷണിച്ചിരുന്നെങ്കിലും അസുഖം മൂലം പങ്കെടുക്കാനായില്ലെന്ന നിലപാടാണ് ശശി സ്വീകരിച്ചത്. ശശിയുമായി ചില പ്രശ്നങ്ങളുണ്ടെന്ന് എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും കൂടുതലൊന്നും വ്യക്തമാക്കാൻ മെനക്കെട്ടില്ല. ശശി യു.ഡി.എഫിന്റെ പുതിയുഗ യാത്രയിൽ എത്തുമെന്ന അഭ്യൂഹവും ഫലിച്ചില്ല. ശശിയുമായി ചർച്ച നടന്നോ എന്നതിന് വി.ഡി. സതീശനും വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. പാർട്ടിയിലെ വിഭാഗീയതയുടെ കാലത്ത് പാലക്കാട് ശക്തരായിരുന്ന വി.എസ്. പക്ഷത്തെ തകർക്കാൻ ഔദ്യോഗിക വിഭാഗത്തിന്റെ കരുത്തായിരുന്നു പി.കെ. ശശി. എന്നാൽ ഇന്ന് അതേ പക്ഷത്തിന്റെ കണ്ണിലെ കരടായി ശശി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സസ്പെൻഷൻ കാലത്തിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ശശി തിരിച്ചെത്തിയിരുന്നു. നിലവിലെ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു തന്റെ ആളാണെന്ന് വരെ ഒരു ഘട്ടത്തിൽ ശശി വിശേഷിപ്പിച്ചെങ്കിലും പിന്നീട് ആ ബന്ധത്തിൽ വിള്ളൽ വീഴുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മണ്ണാർക്കാട്ട് സിപിഎം വിമതർ മത്സരരംഗത്ത് എത്തിയതിന് തുടർച്ചയായാണ് പി.കെ. ശശിയെ യു.ഡി.എഫ് പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നത്. മാർച്ച് 1-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ട് എത്തുന്നുണ്ട്. അന്ന് തന്നെ വിമതയോഗം ചേരുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. പി.കെ. ശശി യു.ഡി.എഫുമായി സഹകരിക്കുന്നത് ഗുണകരമാവുമെന്ന പ്രതീക്ഷ ഒരു വിഭാഗം മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ യു.ഡി.എഫ് നടത്തിയ സമരങ്ങളെക്കുറിച്ചുൾപ്പെടെ വിശദീകരിക്കേണ്ടി വരുമെന്ന ആശങ്ക മറുവിഭാഗത്തിനുണ്ട്.